ഹലോ. ഹലോ. നീ ഇപ്പോഴേ ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ട്, ഷോപ്പിൽ തന്നെ ഇങ്ങനെ. ഉം. ഞാൻ വെറുതെ വിളിച്ച. വെറുതെ വിളിക്കാനാ? എങ്ങനെ ഇരിക്കുന്നു? കൊറേ കാലമായിട്ട് വെറുതെ തന്നെയല്ലേ വിളിക്കല്? വെറുതെ അല്ല, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ചെറിയൊരു കാര്യം. എന്താ? അല്ല, നിന്റെ ഫ്രണ്ടിന്റെ കാര്യം എന്തായി? ഫ്രണ്ടിന്റെ കാര്യം? എന്റെ ഫ്രണ്ടിന്റെ കാര്യം ഞാൻ കണ്ടിട്ട് കുറച്ചായി. ഫ്രണ്ടിന്റെ എന്ത് കാര്യാന്ന് അറിയണ്ടേ? അല്ല, എന്റെ കളി എങ്ങനെയാ നടക്കുന്നുണ്ടോ? അവന്റെ കളി നീ അന്ന് പറഞ്ഞു തന്ന ഇത് കളിക്കാനുള്ള ഷോട്ട് വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ പറഞ്ഞ പോലെ. അതിനുശേഷം ഞാൻ പിന്നെ അവനെ കണ്ടില്ല. കളി നന്നായിട്ട് നടക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എന്നാ ഒരു കളി കൂടി പറഞ്ഞു കൊടുക്കേ. ഒരു കളി കൂടിയാ? അതെന്ത് കളിയാ? അതെല്ലാം ഉണ്ട്. എന്നാ പറ. അവന് പറഞ്ഞു കൊടുക്കാനല്ലേ? അല്ലാണ്ട് നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു തരുന്നല്ലോ. എന്നെ കളിപ്പിക്കാനൊന്നുമല്ല. എന്നാ പറ. അല്ല, അവന് പിന്നെ കളിക്കാന് ഇൻട്രസ്റ്റ് ഇല്ലേ? കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെങ്കിൽ അവന്റെ പ്രശ്നം ഞാനൊന്ന് പറഞ്ഞില്ലേ. കാരണം അവന്റെ കൂടെ കളിക്കുന്നത്, അവൻ സ്ഥിരമായിട്ട് കളിക്കുന്നത് അവന്റെ ഭാര്യനെയും കൂട്ടിയാ, പുറത്തുനിന്ന് ആരെയും കൂട്ടിയൊന്നും കളിക്കില്ല. വേറെ ടീമൊന്നുമില്ല. അപ്പൊ ഭാര്യയായിട്ട് തന്നെയാണ് കളിക്കുന്നത്. അതിപ്പോ ക്യാരംസ് കളിയായാലും കോലിക്കളി ആയാലും ചിലപ്പോ ക്രിക്കറ്റ് കളിക്കും, ഇതെല്ലാം ഫുട്ബോൾ കളിക്കും. അവന്റെ വീടിന്റെ വേഗം ചെറിയൊരു കോർട്ട് ഉണ്ട്. ആ കോർട്ടിൽ ഇരുന്നിട്ട് ഭാര്യനെയും കൂട്ടി തന്നെ കളിക്കുക. അപ്പൊ അതെ, കളി ഗോളടിക്കില്ല. ഗോള് ഇവൻ കളിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇവൻ ഗോളടിക്കും. പക്ഷേങ്കില് ഇത് ഭാര്യക്ക് ഗോളടിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ ഗോളടിക്കുന്നില്ല. കാരണം ഇവൻ നന്നായിട്ട് കളിച്ചാലല്ലേ ഓക്ക് ഗോളടിക്കുള്ളൂ. അവന്റെ കളി ശരിയില്ല. അതെ, അതാണല്ലോ അന്ന് നീ കൊറേ ഇത് പൊടിക്കൈയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തു. അത് നന്നായിട്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല, പിന്നെ കണ്ടില്ല. എന്നാല് കണ്ടാല് ഒരു കളിയും കൂടി പറഞ്ഞു കൊടുക്ക. കളിക്കേണ്ടത് എങ്ങനെയാണ്? ഏത് കളിയാ പറ. പറ. പിന്നെ അത് കക്കിരി കൊണ്ടുള്ള കളിയാണ്. കക്കിരി കൊണ്ടുള്ള കളി നമ്മള് കക്കിരി കൊണ്ട് കളിയുണ്ടാ? പിന്നെ കക്കിരി നമ്മള് സലാഡ് ആക്കുന്ന കളി ആണല്ലേ മേടിക്കോ? സലാഡിന് മാത്രമൊന്നല്ല, കളിക്കാനും എടുക്കും. അപ്പൊ അതെങ്ങനത്തെ കളിയാ? അതെനിക്കറിയില്ല. ഇല്ല, കളിക്കാൻ എടുക്കുന്നു. ഇല്ല, ഞാൻ അത്ര വലിയ കളിക്കാരനൊന്നുമല്ലല്ലോ. നമ്മളാകപ്പാടെ കളിക്കുന്ന മുരിങ്ങാക്കോൽ കൊണ്ടുള്ള കളിയല്ലേ ഉള്ളൂ. കക്കിരി കൊണ്ടൊരു കളിയുണ്ട്. പറ മോളെ. ആദ്യം ഒരു കക്കിരി വാങ്ങാം. അധികം വലുതൊന്നും വേണ്ടേ, ഒരു മീഡിയം കക്കിരി വാങ്ങി അതിനെ നല്ല കഴുകി കുട്ടപ്പനാക്കിയിട്ട് വെക്കും. കഴുകാണ്ട് കളിക്കറ. എന്നിട്ട് അത് കഴുകി അവിടെ കുട്ടപ്പനാക്കി വെക്കുക. എന്നിട്ട് ഭാര്യയോട് പറയാ, നമുക്ക് കളിക്കാൻ തയ്യാറെടുക്കാന്ന് പറയാം. എന്നിട്ട് ഭാര്യയോട് ഞാനൊരു പ്രത്യേക ഒരു കളിയുണ്ട് കളിക്കാൻ പോകുന്നു, അതില് നീ എൻ്റെ ഒന്നിച്ച് തന്നെ നിക്കണോ എന്ന് പറയാം. എന്നാലേ ഗോളടിക്കൂന്ന് പറയാം. നേരം കളിക്കാരിയെ സമ്മതിക്കണമെന്നുണ്ടോ? കളിക്കാരിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണോ? അത് ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നു. അപ്പൊ അവന്റെ മിടുക്കല്ലേ? അവന്റെ മിടുക്ക് വലിയേക്കും. കളിക്കാൻ തയ്യാറെടുപ്പിക്കലും കളിക്കാൻ പ്രേരിപ്പിക്കലെല്ലാം അവന്റെ മിടുക്ക് പോലിയിരിക്കുന്നു.
ഒന്ന് തടി സോപ്പിട്ട് പിടിക്കുക, അന്നേരം ഓള് കളിക്കൂ ഒന്നിച്ച്. ആ, ഉം. അപ്പൊ തന്നെ കളിക്കാൻ തോന്നുന്നല്ലോ. ആ. ഉം. അത് ഇത് സാധാരണ കളിക്ക് തുടങ്ങുമ്പോഴുള്ള എല്ലാ കളികളും നടത്തണം, അല്ലാണ്ട് അങ്ങനെ തന്നെ. ആ, നമ്മള് ആദ്യം കളിക്കാൻ തുടങ്ങുമ്പോ ഒരു എന്ന് പറഞ്ഞ കളിയില്ലേ, ഒരു തയ്യാറെടുപ്പ്. മുമ്പുള്ളൊരു കളിയില്ലേ, ആ, തയ്യാറെടുപ്പ്. ആ, അതെല്ലാം ചെയ്യണം. ആ, എന്നിട്ടേ കക്കിരി എടുക്കാവും കളിക്ക്. ആ. അല്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല കളിച്ചിട്ട്. അതായത് നമ്മള് മിൽമ വേണം, അങ്ങനെ പുഷ്പങ്ങൾ വേണം, പൂ വേണം. പൂവെല്ലാം എടുത്ത് കളിച്ച് മിൽമയെല്ലാം ഇങ്ങനെ എടുത്ത് പിടിച്ച് കളിച്ചതിന് ശേഷം പൂവിനെ കൊണ്ട് കക്കിരി ഒന്ന് മറ്റേ ഇതാക്കുക, ഇത് അവനെ കളിക്കാൻ തയ്യാറ് ആക്കൂല. അങ്ങനെയെല്ലാം ചെയ്യാം. എന്നിട്ട് കക്കീരിനെ കൊണ്ട് അതായത് ഇത് കക്കിരി കഷ്ണം കഴിക്കണം. അതെ, കഷ്ണമൊന്നും കഴിക്കരുത്. അത് അതാ എന്താ പറയണ്ടേ, മുഴുവനായിട്ടും വേണം. കഷ്ണം കഴിച്ചാ പിന്നെ കളിക്കാൻ എടുക്കും അത്. എന്നിട്ട് വേണം കക്കിരീനെ കൊണ്ട് പിന്നെ ഗോളടിപ്പിക്കണം. അതെങ്ങനെ? അതായത് ഇത് മുരിങ്ങാക്കായ്ക്ക് പകരം കക്കിരി കൊണ്ട് കളിക്കണം എന്നാ പറയുന്നത്. കക്കിരി കൊണ്ട് കളിക്കുക. അതന്നേരം ഇത് ഇവള് ഇഷ്ടപ്പെടുവാ? ഇഷ്ടപ്പെടുക മാത്രല്ല, പറയണ്ടേ, ഒരു നല്ലൊരു ഇതിലെത്തും കളിക്കണ്ട ആനന്ദത്തില്. അല്ല, ഞാൻ ചോദിക്കുന്ന നേരം ഇത് കളിക്കളത്തിന് വേറെ പ്രശ്നമൊന്നും ആവില്ല, കോർട്ടിന് പ്രശ്നമൊന്നും ആവില്ലല്ലോ? കോർട്ടിനൊരു പ്രശ്നമില്ല. കക്കിരി പിന്നെ കളിക്കാൻ എടുത്തില്ലെങ്കിൽ കോർട്ടിനൊന്നാണ്ട് ഒന്നും ആവില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒപ്പരം കളിക്കുന്ന ഇവക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുക അന്നേരം കക്കിരി കൊണ്ടുള്ള കളി? കക്കിരി കൊണ്ടുള്ള കളി എല്ലാവർക്കും ഇഷ്ടപ്പെടും കളിക്ക്. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നീ അറിഞ്ഞിട്ടില്ലേ? നീ എന്നാ പറയണ്ടേ കക്കിരി കൊണ്ട് ഇങ്ങനെ ഒരു ഉഗ്രം കളിയുണ്ട്? ഞാൻ പറയാൻ മറന്നുപോയതായിരിക്കും. ഇതെല്ലാവർക്കും വേണ കക്കിരി? എല്ലാവർക്കും വേണമെന്നില്ല. ഈ ഗോളടിക്കാൻ ഈ പിന്നെന്ന് പറയണ്ടേ കയ്യാതെ വരില്ലേ? അതായത് നിന്റെ ഇക്കാനെ പോലെ കളിക്കാൻ അറിയാതെ പറഞ്ഞേ. രണ്ടാളും ഒരുമിച്ച് ഗോളടിക്കാൻ കയ്യാതെ വരുന്നുണ്ട്. അപ്പൊ ഈ ആണുങ്ങൾ വേഗം ഗോളടിച്ചിട്ട് അങ്ങ് പോകും. പെണ്ണുങ്ങൾക്ക് പിന്നെന്ന് പറയണ്ടേ മെല്ലെ ഗോളടിക്കാൻ പറ്റും. കളി സ്പീഡ് കുറവായോണ്ടോ? സ്പീഡ് കുറവെന്നല്ല, അവർ ആസ്വദിച്ചിട്ട് മാത്രമേ കളിച്ച് ഗോളടിക്കൂ. നിങ്ങൾ ആണുങ്ങളെ പോലെ മറ്റേ സ്പീഡിലങ്ങ് കളിച്ച് ഞാൻ ഗോളടിച്ച് എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. കുറച്ച് വെള്ളം താഴെന്ന് പറഞ്ഞിട്ട് കളിച്ച് ബോധം കെട്ട് പോകുന്നില്ല. ഇത് പെണ്ണുങ്ങള് നല്ല ആസ്വദിച്ച് മെല്ലെ കളിച്ച് വരുമ്പോഴേക്ക് ഗോളടിക്കാൻ കുറച്ച് സമയം എടുക്കും. അതെനിക്കറിയില്ല. അറിയാം, പക്ഷെ ഈ കളിയും കക്കിരിയും തമ്മിൽ എന്താണെന്നുള്ളതാണ് ഇപ്പൊ അറിയാത്ത ആയത്. ഇപ്പം മനസ്സിലായ? അതാണ് നീ അന്ന് ഞാൻ കളിക്കാൻ വരാതെ ദിവസം നീ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളൂ എന്ന് പറഞ്ഞ കളിയല്ലേ? ഞാൻ ഒറ്റക്ക് കളിച്ചോളൂ പറഞ്ഞ. ഇതുണ്ടാകുമ്പോ ഒറ്റക്ക് കളി നടത്തും അല്ലേ? പക്ഷേങ്കില് ഒറ്റക്ക് കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഒന്നിച്ചാളുണ്ടെങ്കിലേ ഇൻട്രസ്റ്റ് ഉണ്ടാവും കളിക്ക്. മടുപ്പായിരിക്കും കളിക്കുമ്പോ. മടുപ്പും പിന്നെ ഒറ്റക്ക് കളിച്ച് 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 ഭയങ്കര ക്ഷീണമായിരിക്കും. ഒറ്റക്കല്ലേ, അല്ലാതെ ഒന്നിച്ച് കളിക്കാനില്ലാണ്ടിരിക്കുമ്പോ ഒരു രസവും ഇല്ലല്ലോ, ഇനി ഒരു ത്രില്ലില്ല.
ആ കളിക്ക്. ഞാൻ ദിവസനോട് പറഞ്ഞു നീ എന്നെ വിളിക്ക് ദിവസവും. ഇനിയിപ്പം കളിക്കാൻ ദിവസം വിളിക്കാൻ പറ്റുമോ എനിക്ക്? ഞാനാണെങ്കിൽ കളിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി ഉള്ള വേറെ ഒരു കോർട്ടും കിട്ടൂല. ആകപ്പാടുള്ള കോർട്ട് നിന്റെ കോർട്ടാണ്. എന്നോട് പറയുന്നതായിരിക്കും നീ വേറെ കോർട്ടിൽ പോക്കില്ലേ? ഒരു കോർട്ടും ഇല്ല, ആകപ്പാടുള്ള കോർട്ട് തന്നെയാണ്. അത് എന്റെ കളീന്റെ സ്പീഡും ഇൻട്രസ്റ്റ് എല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഒറ്റ കോർട്ടിലാ കളിക്കുന്നത്. അതെല്ലായിരിക്കും വേറെ കോർട്ട് പോയാലും പിന്നെ പിന്നെ വേറെ ഒരു ദിവസം പിന്നെ ഒരു കോർട്ട് പോയാലെല്ലാം നല്ല ഇൻട്രസ്റ്റ് തന്നെയല്ലേ കളിക്കാൻ? എന്നിട്ട് ഇത് പറ. ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാളും ഒരുമിച്ച് ഗോളടിക്കണ്ടെങ്കിൽ. പിന്നെ എന്റെ ഫ്രണ്ടിന് അറിയായിരിക്കൂലേ കക്കിരി കൊണ്ട് കളിക്കുന്നത്. പിന്നെ അന്നേരം അതറിയാം, പിന്നെ എന്നോട് പറയില്ലല്ലോ ഇങ്ങനെ എനിക്ക് ഗോളായിട്ട് ഇത് കളിക്കുമ്പോ ഞാൻ വേഗം ഗോളടിച്ചിട്ട് തളർന്നു പോന്ന് നോക്ക്, ഗോളടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നോക്ക് കളിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ലേ അവൻ പറയുന്നത്. അത് ഭയങ്കര സങ്കടമായിട്ടല്ലേ പറഞ്ഞു. പിന്നെ കോർട്ടിൽ പൂവുണ്ടാവൂലേ? പൂവ് പൂവിന് പിന്നെ പൂവിലേക്ക് കക്കിരി എന്ന് പറയണ്ടേ, അത് കളിക്കുവാ കക്കിരിനെ കൊണ്ട് പൂവിലേക്ക്. പൂവില് പൂവിൽ വെച്ചിട്ട് കളിക്കണം. എന്തായാലും കളി ഗോളടിക്കും. പിന്നെ പറയണ്ട തേന് വരും, തേന്മഴ വരും. പിന്നെ അത് പ്രത്യേകിച്ച് പറയണം. പൊട്ടി ഒലിച്ച് മറ്റേ കോട്ടന്റെ മതിലെല്ലാം പൊളിച്ചിങ് വരുമല്ലേ? പിന്നെ തേന് പൂവിന്റെ അകത്തുനിന്നല്ലേ തീനെ, പിന്നെ പൂവിന്റെ അകത്തുനിന്നല്ലേ സാധാരണ തേന് വരുമോ? കളിക്കുന്നു അതേ അങ്ങനെ. എന്നിട്ട് വന്ന് രണ്ടാളും ഗോളടിച്ച് തേന് വന്ന് പിന്നെ പൂവിന്റെ അകത്തുനിന്ന് തേന് വന്നു കഴിഞ്ഞാൽ പിന്നെ കളി നിർത്താട്ടോ. ഇവന് ഗോളടിക്കണ്ടേ? ഇതിപ്പോ കക്കിരി കൊണ്ട് കളിക്കുമ്പോ പിന്നെ ഇവന് ഗോളടിക്കണ്ടെങ്കില് പിന്നെ മറ്റേ തേന് പൂവിന്റെ അകത്തുനിന്ന് തേന് വരുന്നതിന് മുന്നില് ആ കളി അങ്ങ് നിർത്തുക. കക്കിരി കൊണ്ടുള്ള കളി നിർത്തിയിട്ട് മുരിങ്ങാക്കോലോണ്ടും കൂടി കളിക്കുക. അപ്പോ രണ്ടാളും ഒരുമിച്ച് ഗോളടിക്കും. ഇവന് മനസ്സിലാവുക ഈ കക്കിരി കൊണ്ടുള്ള കളി നിർത്താനായി ഇനി മുരിങ്ങാക്കോല കൊണ്ടാണ് കളിക്കേണ്ടത്. അതെല്ലാം മനസ്സിലാവും. മനസ്സിലാക്കേണ്ടി വരുമോ? മോളോട് ചോദിക്കൊന്നും വേണ്ട, മനസ്സിലാക്കില്ലേ? അത് പിന്നെ പറയണ്ടേ, ഓള് കളിച്ച് തളരാൻ ആവുമ്പോഴൊക്കെ തന്നെ അതിന് മനസ്സിലാവും. അത് തളർന്നിട്ടുള്ള സൗണ്ടൊക്കെ വരുവാ? തളർന്നുകൊണ്ടുള്ള എന്തെങ്കിലും സൗണ്ടൊക്കെ വരുവാ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള? അവനോട് പറഞ്ഞു കൊടുക്കല്ലോ, ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അന്നേരം കക്കിരിയോണ്ടുള്ള കളി നിർത്തിയിട്ട് മുരിങ്ങാക്കോലുകൊണ്ട് കളി തുടങ്ങാൻ പറഞ്ഞു അല്ലേ? രണ്ടാളും കൂടി ഒരുമിച്ച് കളിക്കുക. ആസ്വദിച്ചങ്ങ് കളിച്ചാല് രണ്ടാൾക്കും ഒരുമിച്ച് ഗോളടിക്കും. അന്നേരം കളിയാട് നിർത്തും. പിന്നെ അവള് കളിക്കാൻ വിളിച്ചാല് ഞാൻ വരൂലെന്നൊന്നും പറയില്ല, ഇരിക്കും. രസമുള്ള കളിയായത്. പക്ഷെ അതുകൊണ്ട് എനിക്കറിയില്ല, നമ്മള് സ്ട്രോങ് ആണല്ലോ. സ്ട്രോങ് തന്നെ.
ഇനി ഞാൻ അത് strong- പൊട്ടൻ ഞാൻ ചങ്ങായി കളിക്കും. ഞാൻ സ്ട്രോങ് കളിക്കാരനല്ലേ, അപ്പൊ പിന്നെ ഇത് മുരിങ്ങാക്കോല് മാത്രം പോലെ. ആ കക്കിരിയൊന്നും വേണ്ട കളിക്ക്. പിന്നെ ഇത് ആരും ഇല്ലാത്തവർക്ക് പറ്റിയതാണല്ലേ. ഉം. പിന്നെ ഒപ്പരം കളിക്കുന്ന ഏത് ആൾക്കാർക്കും ഈ സാധനം നേരെ ഉപയോഗിക്കാം. ആ പെട്ടെന്ന് ഗോളടിക്കുന്ന ആണുങ്ങൾക്ക് പറ്റിയ കളിയായിരുന്നു. അതാ എനിക്ക് പറയണ്ടേ. പെട്ടെന്ന് ഗോളടിക്കുന്ന ആണുങ്ങളില്ലേ, അവർക്ക് പറ്റിയൊരു അവർക്ക് പറ്റിയ കളിയാണ്. കളിയാണ് ഈ കളി. ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഉം. മുരിങ്ങാക്കോലിന് പകരം കക്കിരി മേടിച്ചാൽ മതി. ആ കളിക്കാൻ. അപ്പൊ എന്റെ പൊട്ടൻ ചങ്ങായിയോട് പോയിട്ട് പറയുക ഇത് പൊട്ടനായ. ഇതിനകത്ത് പറയുന്നത് ഇത് ലേശം നല്ല മൊരിച്ചിട്ട് കിട്ട ഈ വെളിച്ചെണ്ണയാട്ടം പെട്ടണ. അത് ഞാൻ മറന്നുപോയി. ആ നെയ്യ് ഉണ്ടാവൂലേ, നെയ്യ് തേങ്ങ. എന്റെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഞാൻ ചോദിച്ചതാ. കാരണം ചിലപ്പോ നമ്മള് ശരിക്കും മുരിങ്ങാക്കോലൊക്കെ ആകുമ്പോ അതിന് അതിൻ്റെതായ ഒരു ഓയിലൊക്കെ പറ്റുള്ളൂ. അതുപോലെ ഇതിനകത്തൊന്നും പുരട്ടേണ്ടി വരുമെന്ന് ചോദിച്ചാ. നല്ല നല്ല സ്മൂത്തായിട്ട് കളിക്കാനോ. പൊട്ടാണ്ട് സ്മൂത്തായിട്ട് കളിക്കാൻ കുറച്ച് നെയ്യ് എടുക്കുക. കത്തിരി പുരട്ടി കൊടുക്കുക. അതെങ്ങനെ പറഞ്ഞ തേങ്ങേന്റെ നെയ്യിന് എന്ത് നെയ്യായാലും സാരമില്ല. അത് ഞാൻ പറയാൻ മറന്നുപോയതാ, വിട്ടുപോയി. നീ ഓർമ്മിപ്പിച്ച നന്നായി. ഓർമ്മയുണ്ടല്ലോ, അപ്പൊ അത് കൂട്ടിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല ഇത് നീ പറഞ്ഞാലും ഞാൻ അത് വേണ്ടി വരില്ലെന്ന് വിചാരിച്ചോ. കണക്കിനെ പറ്റി വലിയ ഐഡിയയും പരിചയമൊന്നുമില്ല. ഐഡിയ ഇല്ലാന്നൊന്നും എനിക്കിപ്പം തോന്നുന്നില്ല. അതൊന്നുമില്ല, നീ പറഞ്ഞതാണ് ഞാൻ സത്യം പറഞ്ഞ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് അവനോട് പറഞ്ഞു നോക്കാം. എന്നിട്ട് എന്റെ റിസൾട്ട് എന്നും കൊണ്ട് ഞാൻ നിന്നെ വിളിച്ച് പറയാം. ഞാനോട് പറഞ്ഞു കൊടുക്കേ, പൊട്ടൻ അങ്ങനെ അങ്ങ് പിടിച്ചിട്ട്. എന്നിട്ട് എന്നോട് പറയണേ. ഉറപ്പായിട്ടും പറയും. എന്നാ പിന്നെ ഞാൻ പോകട്ടെ. ശരി.